ആയിട്ടുള്ള മാർബിൾ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടെ നിങ്ങൾ മറക്കല്ലേ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു മാർബിൾ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്ന മാർബിൾ കേക്ക്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് നരിച്ച് മാറ്റി വയ്ക്കണം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലൊരു അരിപ്പയും വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്താൽ കേക്കിന് നല്ലൊരു ടേസ്റ്റാണ്. ഇനി പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദ മാത്രം ചേർത്താൽ മതിയാവും. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പുമാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ വശത്തും ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് റൗണ്ട് ബേക്കിംഗ് ടിന്നാണെങ്കിൽ അത് എടുത്താൽ മതിയാവും. അടുത്തതായിട്ട് ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗൾ എപ്പോഴും വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ബൗളായിരിക്കണം. എന്നാൽ മാത്രമേ മുട്ട നമുക്ക് നന്നായിട്ട് പതഞ്ഞ് കിട്ടത്തുള്ളൂ. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയിലും ബീറ്റ് ചെയ്തെടുക്കാം, അതുപോലെ വിസ്ക് വെച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. മിക്സിയിൽ ബീറ്റ് ചെയ്യുന്നവർ മിക്സിയുടെ ജാറ് വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മുട്ടയൊന്ന് പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇവിടെ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാര ഒരു 3-4 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഹൈ സ്പീഡിൽ ആ മുട്ടയുടെ മണം മാറിക്കിട്ടാനായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഓയിലും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒന്നും കൂടി അരിച്ചാണ് ഈ ഒരു ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്ററിൽ നിന്ന് 1/4 ഭാഗം ഞാൻ വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ്. ഞാനിവിടെ കുറച്ച് മാത്രമേ ചോക്ലേറ്റ് ബാറ്റർ റെഡിയാക്കി എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പകുതി ഭാഗം എടുക്കാവുന്നതാണ്. ഇനി ഒരു ബാറ്ററിൻ്റെ മുകളിലേക്ക് അരിപ്പ വെച്ചിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുവാണ്. അരിച്ച് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കൊക്കോ പൗഡറിൽ നല്ല കട്ടകളുണ്ടാവും. ഇനി ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ബാറ്റർ തിക്കായിട്ട് തോന്നും. അപ്പോൾ നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ പകുതി ഭാഗത്തോളം വാനില ബാറ്റർ ആദ്യം ഒഴിച്ച് കൊടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വാനില ബാറ്റർ, 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ബാറ്റർ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് അവിടെ ഇവിടെയായിട്ട് കുറച്ച് ചോക്ലേറ്റ് ബാറ്റർ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുവാണ്. ഇനി ബാക്കി വന്നിട്ടുള്ള വാനില ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതിന് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ബാറ്റർ ബാക്കി വന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഫുൾ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കണം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിലും അതുപോലെ സോസ് പാനിലും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. 40 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. തണുത്ത് വന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം.
അങ്ങനെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പായ മന്ന കിച്ചണിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഉണ്ട്, മന്ന ഹോം മെയ്ഡ് കേക്ക്സ്. ആ ഒരു പേജിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. എല്ലാവരും ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.